ഇപ്പോൾ ഈ സുജയ ഇദ്ദേഹമാണ് ഇവിടെ സ്ഥിരമായിട്ട് അരിഷ്ടം വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇത് ആരാണ് ഇതിൻ്റെ ഓണർ? ആരാണ്? ഇതിലെന്തൊക്കെയാണ് ചേർക്കുന്നത്? എന്താണ് ഈ അരിഷ്ടത്തിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത്? ഇത് പല പേരുകളിലാണല്ലോ പല പേരുകളിലാണല്ലോ ഇത് വിൽക്കുന്നത്. ഇത് ഇത് എവിടെ നിന്നാണ് ഉണ്ടായിക്കൊണ്ടുവരുന്നത്? എവിടെ നിന്നാണ്? ഓണർ ആരാണ്? നിങ്ങളുടെ പേരെന്താണ്? അനീഷ്. എവിടെയാ വീട്? എവിടെയാണ് ഈ അരിഷ്ടം? എവിടെ നിന്നാണ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്? എവിടെ നിന്നാണ്? ഈ ശക്തി ഫാർമസിക്കൽ അങ്ങനെ ഒരു ഫാർമസിക്കൽ ഉണ്ടോ? അവിടെ നിന്നാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്? അനീഷ ചോദിച്ചത് മനസ്സിലായി. ഇതിപ്പോൾ ഒറ്റശേരമംഗലത്ത് നിന്നാണോ അല്ല ശക്തി ഫാർമസ്യൂട്ടിക്കൽസ് നിന്നാണോ? ഒറ്റശേരമംഗലത്ത് നിന്നാണോ ഉണ്ടാക്കുന്നത്? ഇതിൽ നിങ്ങൾ മദ്യം ചേർക്കാറുണ്ടോ? നിങ്ങൾ ഇതിൽ എല്ലാ അരിഷ്ടത്തിലും പല പേരുകളല്ലേ? ഇങ്ങനെ ഈ പല പേരുകൾ അടങ്ങിയിട്ടുള്ള അരിഷ്ടത്തിൽ പ്രത്യേകിച്ച് മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? മദ്യത്തിന് പുറമെ വ്യത്യസ്തമായ മരുന്നുകൾ ചേർക്കുന്നുണ്ടോ? സുജയ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഇത്തരത്തിലൊരു ബിസിനസ് നടത്തി വരുന്നു. ഇവിടെ ഈ ഷോപ്പിൽ ഈ വിപണിയിൽ നിൽക്കുന്ന ഒരു പയ്യനാണ് അനീഷ്. അദ്ദേഹത്തിന് ഇതിൽ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളില്ല. പക്ഷെ അതിൽ തന്നെ വ്യക്തമാണ് ഒറ്റശേഖരമംഗലത്ത് നിന്ന് തന്നെയാണ് ഈ അരിഷ്ടം നിർമ്മിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഓരോ പേരുകൾക്കപ്പുറം എല്ലാ അരിഷ്ടത്തിലും ഒരേ അളവുകൾ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ ചില ബോട്ടിലുകൾ ഇവിടെ തന്നെ കുടിച്ചിട്ട് ഇവിടെ വന്ന് കുടിച്ചിട്ട് ഇവിടെ തന്നെ ഈ ബോട്ടിൽ ഉപേക്ഷിച്ച് പോകുന്ന കാഴ്ചകളാണ്. അത് തന്നെയാണ് വീണ്ടും ഇവർ ശരിക്കും വിപണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആരും ഇവിടെ നിന്നും ഈ ബോട്ടിൽ കൊണ്ടുപോകാറില്ല. നമ്മളിവിടെ വന്നപ്പോഴും കണ്ട കാഴ്ച പലരും ഇത് വന്ന് കഴിക്കുന്നു, ഇവിടെ നിന്ന് തന്നെ ഉടനെ മടങ്ങിപ്പോകുന്നു. പ്രധാനമായിട്ടും 450 മില്ലിയാണ്. അത് ഒറ്റ വലിപ്പിന് കുടിച്ചു തീർക്കുന്നു. സ്വാഭാവികമായും ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന ബിയറിൽ ബ്രോക്കോഡ് ഒഴികെ മറ്റുള്ള എല്ലാ ബിയറിലും 8% അല്ലെങ്കിൽ 4 മുതൽ 8% വരെയാണ് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത്. പക്ഷേ ബ്രോക്കോഡിൽ 15% ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷെ അവിടെയാണ് ഇവിടെ ഈ ഒരു അരിഷ്ടത്തിൽ 10.57% ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ സാധാരണക്കാർ ഇവിടെ എത്തുമ്പോൾ രാവിലെ തന്നെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, നാട്ടുകാരുടെ ഭാഷയിൽ ഇവിടെ പലരും പറയാറുള്ളത്, ഒന്ന് കൈവിറച്ചു കഴിഞ്ഞാൽ ഓടിയെത്താൻ പറ്റുന്ന ഒരിടമാണ്. രാവിലെ വന്ന് ഇവിടെ വന്ന് അരിഷ്ടം കുടിക്കുന്നു. തുടർന്ന് അരിഷ്ടത്തിലെ ലഹരി ഇപ്പോൾ എക്സൈസിന്റെ പരിശോധന നടക്കുകയാണല്ലോ. അതിൽ പാലോട് ഈ ആളുകളെ ലഹരി കൊടുക്കാനായി ഒരു ആയുർവേദ മരുന്നിനെ മറയാക്കുന്ന തട്ടിപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.